ഹായ്, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 27, 28, 29 ആനുകാലിക വിഷയങ്ങളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയ താരം ആരാണ്? മീരാബായ് ചാനു. 48 കിലോ വിഭാഗത്തിലാണ് സ്വർണം നേടിയത്. അപ്പോൾ ഗ്ലാസ്ഗോ ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണ് മീരാബായ് ചാനുവിൻ്റേത്. 2018, 2022 ഗെയിംസിലും മീരാബായ് ചാനു സ്വർണം നേടിയിരുന്നു. അപ്പോൾ ഹാട്രിക്കാണ് മീരാബായ് ചാനുവിൻ്റേത്. ദെൻ പുരുഷ വിഭാഗം ഭാരോദ്വഹനം 60 കിലോ വിഭാഗത്തിൽ ഋഷി കാന്ത് സിംഗിന് ഏത് മെഡൽ ലഭിച്ചു? വെള്ളി ലഭിച്ചു. ഓക്കെ. അടുത്തത് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം അനാഹത് സിംഗ്. ആരാണ്? അനാഹത് സിംഗ്. ഇന്ത്യയുടെ 1-ാം നമ്പർ താരമാണ്. നിലവിൽ ലോക റാങ്കിങ്ങിൽ എത്രയാണ്? 20. ഓക്കെ. അടുത്തത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ഇന്ത്യയിലെ 45-ാമത്തെ സൈറ്റ്. സാരാനാഥ്, ഉത്തർപ്രദേശിലെ സാരാനാഥ്. ഇനി ഒരു ദിനമാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 28. അതിൻ്റെ തീം നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഓക്കെ. അടുത്തത് ലോകത്തെ പ്രായം കൂടിയ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം. കസുയോഷി മയൂറ, ജപ്പാൻ താരമാണ്. ലോകത്തെ പ്രായം കൂടിയ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം കസുയോഷി മയൂറ. ഓക്കെ. ഇനി കോമൺവെൽത്ത് ഗെയിംസിലോട്ട് വീണ്ടും നോക്കാം. വനിതകളുടെ 53 കിലോ വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവിന് വെള്ളി മെഡൽ ലഭിച്ചു. ഏതാണ്? ഇനം ഭാരോദ്വഹനം തന്നെയാണ്. അതുപോലെ തന്നെ ഭാരോദ്വഹനത്തിൽ തന്നെ 58 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ ബിന്ദ്യ റാണി ദേവിക്ക് ഏത് മെഡലാണ് ലഭിച്ചത്? വെങ്കലം. ഓക്കെ. അപ്പോൾ ജ്ഞാനേശ്വരി യാദവിന് വെള്ളി മെഡൽ ഭാരോദ്വഹനം 53 കിലോ വിഭാഗം. ബിന്ദ്യ റാണി 58 കിലോ വിഭാഗം ഭാരോദ്വഹനം വെങ്കലം. അടുത്തത് പുരുഷ വിഭാഗത്തിൽ 65 കിലോ ഭാരോദ്വഹനത്തിൽ രാജ മുത്തുപാണ്ഡ്യയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചു. അടുത്തത് ഒരു നൂറ്റാണ്ടിന് ശേഷം പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയ തുമ്പി ഇനത്തെ കണ്ടെത്തി. അതിൻ്റെ പേരാണ് ലെസ്റ്റസ് പാലോട്ടി. എന്താണ്? ലെസ്റ്റസ് പാലോട്ടി. ഇനി ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വളർത്തിയ ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ രമേശ് പാലേരി അന്തരിച്ചു. ഇനി ലോക കടുവ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29. അപ്പോൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ 28, ലോക കടുവ ദിനം ജൂലൈ 29. ഇനി ഈ ജൂലൈ 29 കടുവ ദിനമായിട്ട് ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 2010 റഷ്യയിലെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന സമ്മിറ്റിലാണ് ജൂലൈ 29 ലോക കടുവ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, ഫിഫ ലോകകപ്പിലെ മികച്ച ഗോളായി തിരഞ്ഞെടുത്തത് ഏത് ഗോളിനെയാണ്? അതായത് മികച്ച ഗോൾ ഏതാണ്? കേപ്പ് വെർദയുടെ സിഡ്നി ലോപ്പസ് കബ്രാളിൻ്റെ ഗോളിനെയാണ് ലോകകപ്പിലെ മികച്ച ഗോളായിട്ട് തിരഞ്ഞെടുത്തത്. അർജൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു സിഡ്നി ലോപ്പസ് കബ്രാൾ ഗോൾ നേടിയത്. വീണ്ടും കോമൺവെൽത്ത് ഗെയിംസിലോട്ട് നോക്കാം. പാരാ അത്ലറ്റിക്സിൽ ഷർമിള ധൻകറിന് സ്വർണം ലഭിച്ചു. പാരാ അത്ലറ്റിക്സിലെ ഇനം ഏതാണ്? ഷോട്ട് പുട്ട് F57. അതിൽ 9.81 മീറ്റർ ഷർമിള ധൻകർ
എറിഞ്ഞു. ഓക്കെ, ഇനി ആ വിഭാഗത്തിൽ തന്നെ പാരാ അത്ലറ്റിക്സിലെ ഷോട്ട് പുട്ട് F57 തന്നെ ശില്പ ഷൈലയ്ക്ക് വെങ്കലം കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർണവും വെങ്കലവും ഇന്ത്യക്കാണ് ലഭിച്ചത്. അടുത്ത ഇനം ഹൈ ജമ്പിൽ സർവേഷ് കുഷാരെ ഏത് മെഡൽ നേടി? വെള്ളി മെഡൽ നേടി. ഹൈ ജമ്പ് സർവേഷ് കുഷാരെ വെള്ളി. അടുത്തത് 79 കിലോഗ്രാം വിഭാഗം ഭാരോദ്വഹനത്തിൽ അജയ് ബാബു വള്ളൂരിക്ക് ഏത് മെഡൽ ലഭിച്ചു? വെള്ളി ലഭിച്ചു. 79 കിലോ വിഭാഗം ഭാരോദ്വഹനം അജയ് ബാബു വള്ളൂരി വെള്ളി മെഡൽ. ഓക്കെ, ഇനി ഷർമിള ധൻകറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടി നോക്കാം. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹരിയാന സ്വദേശിയായ ഷർമിള. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹരിയാന സ്വദേശിയായ ഷർമിള. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.